നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. വിഷുവിന് ശേഷമുള്ള മഹാരാജയോഗത്തിൽ എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും ജീവിതത്തിൽ നേടാൻ സാധ്യമാകുന്ന 3 രാശിക്കാരുണ്ട്. ഈ നക്ഷത്രജാതകരുടെ വീടുകളിൽ ഐശ്വര്യം നിറയും. ഇവർക്ക് ധനവരവ് വർദ്ധിക്കും. പണം ധാരാളം വന്നു ചേരുന്നതിനോടൊപ്പം സന്തോഷവും സമാധാനവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയായി. ഏപ്രിൽ 14 മുതൽ മീനൻ രാശിയിൽ ശനി, ബുധൻ, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ വന്നു ചേരുമ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും എത്തുന്നത് 3 രാശിക്കാരാണ്. ഈ 3 രാശിക്കാർക്ക് ഗജകേസരി യോഗമാണ് ഇനി സംഭവിക്കുക. ധാരാളം ധനം വന്നു ചേരും. ലോട്ടറി ഭാഗ്യം വന്നു ചേരാം. ഒരു പുതിയ ജോലി ലഭിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴികളിലൂടെ ഈ നക്ഷത്രജാതകർക്ക് ധനവരവിൻ്റെ കാലമാണ്. ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്ന സമയം. സമൃദ്ധിയാണ്, സന്തോഷമാണ്. ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നാളെ പ്രത്യേക പൂജയുണ്ട്. ഗണപതി ഹോമവും ഉണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. സമൃദ്ധിയാണ് ഫലം. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറ്റി, ദുരിത ദുഃഖങ്ങൾ അകറ്റി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന നല്ല നാളുകൾ ആരംഭിക്കുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രജാതകർക്ക് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ധാരാളമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷുക്കാലത്ത് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തുന്നത്. ഈ നാളുകാർ ഉള്ള വീടുകളിൽ അച്ചട്ടായിട്ടുള്ള കാര്യമാണ് ഇത് സംഭവിച്ചിരിക്കും. ഇത് എഴുതി വെച്ചോ നിങ്ങൾ. ഇത് സംഭവിച്ചിരിക്കും. ഇവരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും കേട്ട് ഭഗവാൻ ഇവർക്ക് അതിനൊക്കെ പരിഹാരമുണ്ടാക്കി അനുഗ്രഹിക്കും ഉറപ്പായിട്ടും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. അവർക്ക് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഉറപ്പായും നിങ്ങൾ ഈ പറയുന്ന നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് എന്ന് പറയുക. അവർക്ക് നല്ല നാളുകളാണ് വരാനിരിക്കുന്നത്. അവരുടെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകൾ ആരംഭിക്കുന്നതേയുള്ളൂ. ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകരെന്ന് പറയുന്നത് മകരൻ രാശിക്കാർ തന്നെയാണ്. മകരരാശിക്കാർക്ക് ഗജകേസരി യോഗം ആരംഭിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി മകരൻ രാശിയിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഒരുപാട് ധനവരവിൻ്റെ കാലം തുടങ്ങുകയായി. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. നാനാ വഴിയിൽ നിന്നും ഇവർക്ക് ധനം ഒഴുകി വരും. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നടന്നു കിട്ടും. പിണങ്ങി നിന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കും. സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും ഈ നക്ഷത്രജാതകർ. ആശിച്ചതും സമ്പൽ സമൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളുണ്ടാകും. ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവുമെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ വലിയ വിജയം വന്നു ചേരുന്ന സമയമാണ്. മകരക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ്. ഗജകേസരി യോഗം എന്ന് നമുക്കിതിനെ വിളിക്കാം. 3 രാശിയിലെ ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ മകരൻ രാശിക്കാർ തന്നെയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഇവർക്ക് പൊതുവെ ഉത്രാടം നക്ഷത്രജാതകർക്ക് തിങ്കളാഴ്ചയും തിരുവോണം നക്ഷത്രജാതകർക്ക് ബുധനാഴ്ചയും അവിട്ട നക്ഷത്രജാതകർക്കും ശനിയാഴ്ചയും വളരെ നല്ലത് തന്നെയാണ്. ഈ ദിനങ്ങളിൽ ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുണ്ട് എങ്കിൽ ഇവർക്ക് തീർച്ചയായും ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്.
ഉത്രാടത്തിനും തിരുവോണത്തിനും ഭാഗ്യമാണ്, അവിട്ടത്തിനും കുറവൊന്നുമില്ല. ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തും. നിങ്ങൾ എഴുതി വെച്ചോ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അടുത്ത നക്ഷത്രം കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇത് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതി ഭഗവാന് ഉണ്ണിയപ്പം വാർപ്പിക്കുക. മോദക വഴിപാട് നടത്തുക. കറുകമാല ചാർത്തുക. ഇതൊക്കെ ഇവർക്ക് ഒരുപാട് നേട്ടമാണ്. ഈ വിഷു പിറക്കുന്നതോടുകൂടി ഗജകേസരി യോഗത്താൽ ഇവർ രക്ഷപ്പെടും. ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ്. കുംഭൻ രാശിക്കാർക്ക് ഭാഗ്യമാണ്. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ധാരാളം ധനം വന്നു ചേരുന്ന സമയം. ഏപ്രിൽ 14 മുതൽ മീനരാശിയിൽ ശനി, ബുധൻ, രാഹു, ശുക്രൻ ഇവ സംഗമിക്കുന്നതോടുകൂടി ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറും. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അകന്നു കിട്ടും. വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ ജോലി ലഭ്യമാകും. ധാരാളം ധനം വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ പിണക്കമൊക്കെ ഉള്ളവർക്ക് ആ പിണക്കമൊക്കെ മാറി ഒന്നിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും. അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത്. അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇത് കാണുന്ന അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും ഉണ്ട് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം മീനൻ രാശിക്കാരാണ്. മീനൻ രാശിയിലെ പൂരുരുട്ടാതിക്കും ഉത്രട്ടാതിക്കും രേവതിക്കും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. പൂരുരുട്ടാതിക്ക് ബുധനാഴ്ചയും ഉത്രട്ടാതിക്ക് വെള്ളിയാഴ്ചയും രേവതിക്ക് തിങ്കളാഴ്ചയും ഏറ്റവും അനുകൂലമായ സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടും. പൂരുരുട്ടാതിയുടെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഉത്രട്ടാതിക്കും രേവതിക്കും ധനവരവിൻ്റെ സമയമാണ്. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമുള്ള നക്ഷത്ര ജാതകർ ഏതു വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ്. ആശിച്ചതൊക്കെ നടന്നു കിട്ടും. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിയായ സമയത്ത് തന്നെ ചികിത്സയൊക്കെ നടത്തുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ ധനം ധാരാളം വന്നു ചേരുന്ന സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയാണ് ഞാനിവിടെ കാണുന്നത്. ഇന്നത്തെ പ്രശ്നത്തെ തെളിഞ്ഞ കാര്യം അതീവ സമ്പൽ സമൃദ്ധിയാണ് കാണുന്നത്. സകല ദുരിത ദുഃഖങ്ങളും മാറാൻ പോകുന്നു. ശത്രുശല്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ശത്രുശല്യങ്ങളൊക്കെ മാറാൻ പോകുന്നു. പൂരുരുട്ടാതിയും ഉത്രട്ടാതിക്കും രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. ശാസ്താവിന് നെയ്വിളക്ക്, നീരാഞ്ജനം, ഗണപതിക്ക് ഇളനീർ അഭിഷേകമൊക്കെ നടത്തി മുന്നോട്ട് പോകുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. ആശിച്ചതും കൊതിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.